പ്രതിസന്ധികളിൽ പതറാതെ. ഒരുപക്ഷെ ജോണി എറിക്സൺ ടാഡ എന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അമേരിക്കയിലെ ബാൽറ്റിമോർ, മേരിലാൻഡിൽ സാമാന്യം സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബത്തിൽ 4 സഹോദരിമാരിൽ ഇളയവളായി ജോണി ജനിച്ചു. കുതിരപ്പന്തയത്തിലും ടെന്നീസിലും നീന്തൽ മത്സരങ്ങളിലും ബാല്യപ്രായത്തിൽ താൻ ആഹ്ലാദം കണ്ടെത്തിയിരുന്നു. നീന്തൽ മത്സരങ്ങളിൽ പേരും പ്രശസ്തിയും സമ്മാനങ്ങളും നേടിക്കൊണ്ടിരിക്കവേ 1967 ജൂലൈ 30 ചീസ്പീക്ക് വേയിലൂടെ നീന്തിക്കൊണ്ടിരിക്കവേ സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് ഊളിയിട്ട് താൻ രസിച്ചുകൊണ്ടിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ തന്റെ ജീവിതത്തിലെ അവസാനത്തെ നീന്തലായിരുന്നു അത്. സമുദ്രത്തിലെ ആഴത്തിലെ പാറക്കല്ലിൽ തലയിടിച്ച് 4ഉം 5ഉം സെർവിക്കൽ ലെവലിന് കേട് സംഭവിച്ച് കഴുത്തിന് താഴെ ശരീരം മുഴുവൻ തളർന്നുപോയി. എന്നാൽ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു. കഴിഞ്ഞ മണിക്കൂറുകൾ വരെ സർവ്വസ്വാതന്ത്ര്യത്തോടെ ഓടി നടന്നിരുന്ന താൻ ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് ഒരു ജീവച്ഛമായി മാറി. തുടർന്ന് 2 വർഷത്തോളം ഈ അവസ്ഥയോട് പൊരുത്തപ്പെടുവാൻ കഴിയാതെ ദേഷ്യവും മാനസിക സംഘർഷങ്ങളും ആത്മഹത്യാ ചിന്തകളും ദൈവത്തെക്കുറിച്ചുള്ള സംശയങ്ങളുമായി താൻ ജീവിച്ചു. എന്നാൽ കാരുണ്യവാനായ ദൈവം തന്റെ മുറിപ്പാടുകളാൽ സ്വാന്തനം നൽകി ആശ്വസിപ്പിക്കുകയും മാനസിക പിരിമുറുക്കങ്ങളെ അകറ്റി ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശയും നൽകി. തുടർന്ന് താൻ തന്റെ ജീവിതം യേശുവിനായി സമർപ്പിച്ചു. അങ്ങനെ ദൈവം തന്റെ അപ്പനെ പോലെ തനിക്ക് അനുഭവപ്പെട്ടു. തുടർന്ന് നവ്യമായ ശാന്തിയും സമാധാനവും ആസ്വദിച്ച ആ കാലത്ത് പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ദൈവം തന്നെ ശീലിപ്പിച്ചു. കൈയും കാലും അവയവങ്ങളും ഒരുപോലെ തളർന്നുപോയ താൻ ദൈവിക ശക്തിയാൽ ബ്രഷ് പല്ലിൽ കടിച്ചു പിടിച്ച് പടം വരയ്ക്കാൻ ശീലിച്ചു. കൂടാതെ തന്നെ പോലെ ശരീരം തളർന്നുപോയ ജനത്തിനു വേണ്ടി പ്രവർത്തന നിരതയാകുവാനും പല കാര്യങ്ങൾ ചെയ്യുവാനും ദൈവം തന്നെ ബലപ്പെടുത്തി. ഒത്തിരി പുസ്തകങ്ങളും തന്റെ ആത്മകഥയായ ജോണി എന്ന ഗ്രന്ഥവും താൻ രചിച്ചു. ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീ ചലനശേഷി ഇല്ലാത്ത അവസ്ഥയിൽ സഹിക്കേണ്ടി വന്ന കഷ്ടങ്ങൾ അവയെല്ലാം അതിൽ വിവരിക്കുന്നുണ്ട്. ലോകത്തിലെ പല ഭാഷകളിലേക്ക് അത് തർജ്ജമ ചെയ്യപ്പെട്ടു. 1978 അത് ഫീച്ചർ ഫിലിമായി വെളിയിൽ വന്നു. 1982 എറിക്സൺ ടാഡ എന്ന യുവാവ് തന്നെ വിവാഹം കഴിച്ചു. 1979 ജോണി ആൻഡ് ഫ്രണ്ട്സ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. ദൈവം തന്റെ നഷ്ടങ്ങളെല്ലാം ലാഭങ്ങളാക്കി മാറ്റി. താൻ ഉയരുകയായിരുന്നു. 1000 ബ്രോഡ്കാസ്റ്റ് ഔട്ട്ലെറ്റിലൂടെ റേഡിയോ വഴി അനേകരോട് സുവിശേഷം പറയുവാൻ കർത്താവ് സഹായിച്ചു. 2005 ഡിസബിലിറ്റി അഡ്വൈസറി കമ്മിറ്റി ഓഫ് ദ US ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഗവൺമെന്റ് നിയമിച്ചു. ഒരു സുവിശേഷ പ്രാസംഗികയായി ആതുര സേവന രംഗത്തും താൻ ഇന്നും കർത്തവ്യനിരതയായിരിക്കുന്നു. ദ അമേരിക്കൻ അക്കാഡമി ഓഫ് അച്ചീവ്മെന്റ് ഗോൾഡൻ പ്ലേറ്റ് അവാർഡ് ഉൾപ്പെടെ 10ലധികം അവാർഡുകൾ താൻ നേടിയിട്ടുണ്ട്. ഒരു തല മാത്രം കൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ജോണി സമൂഹത്തിന് കാണിച്ചു കൊടുത്തു. ഒരുപക്ഷെ ഇങ്ങനെയുള്ളവർ സാധാരണ തെരുവിൽ അലയുകയോ ഭിക്ഷ യാചിക്കുകയാണ് പതിവ്. എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹവും കാരുണ്യവും കരങ്ങൾ പോലും ഇല്ലാത്ത തന്നെ കൊണ്ട് പല്ലുകളും നാക്കും ഉപയോഗിച്ച് ചെയ്യുവാൻ സഹായിച്ചു. അപകടങ്ങളും രോഗങ്ങളും ഒരു മനുഷ്യന് വരുന്നത് യാദൃച്ഛികമായിട്ടായിരിക്കാം. എന്നാൽ അശ്രദ്ധമായ ഒരു നീക്കത്തിലൂടെ പാറയിൽ തലയിടിച്ചാണ് ജോണി തളർന്നത്. അതുപോലെ പ്രതീക്ഷിക്കാത്ത നേരത്തുള്ള അപകടം അംഗവൈകല്യങ്ങളും ദുരിതങ്ങളും ഒക്കെ വരുത്തി വെച്ചേക്കാം. എന്നാൽ അവിടെയെല്ലാം താങ്ങും തണലുമായി സമാധാനവും ആശ്വാസവുമായി സർവശക്തനായ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് പ്രിയരെ, പ്രതിസന്ധികളിൽ പതറാതെ കർത്താവിൻ്റെ കരങ്ങളിൽ ഇണങ്ങി ഒരു ആയുധമാക്കി ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വിരലുകൾ കൊണ്ട് ഉപയോഗിക്കപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന നല്ലൊരു അനുഭവമായി തീരുവാൻ ജോണി എറിക്സൺ ടാഡ എന്ന വ്യക്തിയുടെ ജീവിത അനുഭവമായി ദൈവം നമ്മെ സഹായിക്കട്ടെ. God bless you all.